ഞങ്ങൾ വിണ്ണിലുണ്ട് പാരാനേ നിന്നെ വിട്ടിട്ടാടി അങ്ങ് എങ്ങ് പോയി വസിക്കും നിന്നെ വിട്ടിട്ടാടി അങ്ങ് എങ്ങ് പോയി വസിക്കും നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലാതില്ല ഭൂമി ആശ്രയിപ്പാനാരുമേ നീയല്ലാതില്ല ഭൂമി ആശ്രയിപ്പാനാരുമേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ദിവ്യ സമ്പത്തേശുവേ ആശ്രയിപ്പാനാരുമേ നീയല്ലാതില്ല ഭൂമി ആശ്രയിപ്പാനാരുമേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ ഓ നിത്യ ജീവമൊഴികൾ നിന്നിലുണ്ട് പാരാനേ നിത്യ ജീവമൊഴികൾ നിന്നിലുണ്ട് പാരാനേ നിന്നെ വിട്ടിട്ടാടി അങ്ങ് എങ്ങ് പോയി വസിക്കോ നിന്നെ വിട്ടിട്ടാടി അങ്ങ് എങ്ങ് പോയി വസിക്കും നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലാതില്ല ഭൂമിൽ ആശ്രയിപ്പാനാരുമേ നീയല്ലാതില്ല ഭൂമിൽ ആശ്രയിപ്പാനാരുമേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ അന്നു ഞങ്ങൾക്കുള്ള എല്ലാം തന്നു പോറ്റുന്നു അന്നു ഞങ്ങൾക്കുള്ള എല്ലാം തന്നു പോറ്റുന്നു ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലാതില്ല ഭൂമിൽ ആശ്രയിപ്പാനാരുമേ നീയല്ലാതില്ല ഭൂമിൽ ആശ്രയിപ്പാനാരുമേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലാതില്ല ഭൂമിൽ ആശ്രയിപ്പാനാരുമേ നീയല്ലാതില്ല ഭൂമിൽ ആശ്രയിപ്പാനാരുമേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ അന്നു ഞങ്ങൾക്കുള്ള എല്ലാം തന്നു പോറ്റുന്നു അന്നു ഞങ്ങൾക്കുള്ള എല്ലാം തന്നു പോറ്റുന്നു ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലാതില്ല ഭൂമിൽ ആശ്രയിപ്പാനാ
യോഹന്നാന് പത്മോസ് ദ്വീപിൽ വെച്ചുണ്ടായ ഒരു വെളിപ്പാട് 7 സഭകൾക്കും ദൂതനെ കൈമാറി. ആമേൻ. എങ്ങനെയാ? യോഹന്നാന്റെ ഏകാന്തതയിൽ യോഹന്നാന് ഒരു എൻകൗണ്ടർ സംഭവിച്ചു. ആമേൻ. പത്മോസ് ദ്വീപിൽ ഏകനായിരുന്ന യോഹന്നാൻ, ആമേൻ, പത്മോസ് ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയ ഒരുവൻ. എന്നാൽ അവൻ്റെ ജീവിത സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ, അവൻ്റെ ദുരനുഭവങ്ങളുടെ മധ്യത്തിൽ ദൈവം അവന് വേണ്ടി ഇറങ്ങി വന്ന് കാലഘട്ടങ്ങൾക്ക് വേണ്ടിയുള്ള വെളിപ്പാടുകൾ കൈമാറി. അവൻ കാലഘട്ടങ്ങളുടെ സഭകൾക്ക് വേണ്ടിയുള്ള വെളിപ്പാടുകൾ കൈമാറി. ആമേൻ. അതിൽ ഒരു സഭയ്ക്ക് എഴുതിയിരിക്കുന്ന ദൂതനെ പറ്റിയാണ് ഇന്ന് നമ്മൾ അല്പനേരം ചിന്തിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ 7 സഭയുടെ ആത്മാക്കൾക്ക് കൈമാറുവാനുള്ള സന്ദേശം അവൻ ആര്? യേശു കർത്താവ് എങ്ങനെ കൈമാറി? നമ്മൾ പാടിയ പാട്ടുപോലെ 7 വിളക്കിൻ്റെ നടുവിൽ പ്രത്യക്ഷനായി നിന്നുകൊണ്ട് യോഹന്നാന് കൈമാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ സഭയോട് പറയുന്ന 1-2 കാര്യങ്ങൾ. ആമേൻ. അതിൻ്റെ 18-ാമത്തെ വാക്യം, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ആമേൻ. ശ്രദ്ധിക്കണേ. എന്താണ് വിലയ്ക്ക് വാങ്ങേണ്ടത്? ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ വായിക്കാം. ആമേൻ. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. ഈ സഭയിൽ മുന്നേ ഇവർ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പാണ് ലവോദിക്യ സഭ. ആമേൻ. ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പാണ് ഇവർ. ഇവർക്കൊരു ധാരണയുണ്ടായി. അവർക്ക് ധാരാളം പണമുണ്ടായിരുന്നു. എന്താണ്? അവർക്ക് ധാരാളം പണം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ മേലോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്കൊരു ധാരണയുണ്ടായി, അവർ അതിൽ സമ്പന്നരായിരുന്നു എന്ന് അവർക്കൊരു ധാരണയുണ്ടായി. ആമേൻ. അതുകൊണ്ട് തന്നെയാ ഇവിടെ വായിക്കുന്നത്. അതിൻ്റെ 17 വാക്യങ്ങൾ വായിക്കാം. 17 വാക്യങ്ങൾ. ആ വാക്യത്തിൽ പറയുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് നീ അറിയാതിരിക്കയാൽ. എന്നാൽ നീ തിരിച്ചറിയുന്നില്ല നീ ദരിദ്രനും കുരുടനും നഗ്നനും ആണെന്ന് ലവോദിക്യ സഭയിലെ ആളുകൾ തിരിച്ചറിയുന്നില്ല. ആമേൻ. ഇവിടെ എന്ത് സമ്പന്നതയെ പറ്റിയാണ് പറയുന്നത്? ആമേൻ. പണമെന്ന സമ്പന്നതയെ പറ്റിയല്ല ഇവിടെ പറയുന്നത്, ആത്മാവിലുള്ള സമ്പന്നതയെ പറ്റിയാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഈ സഭയിലുള്ളവർ ധരിച്ചു വെച്ചു. എന്ത് ധരിച്ചു വെച്ചു? ആമേൻ. അവർ സമ്പന്നരാണെന്ന് ധരിച്ചു വെച്ചു. എന്നാൽ ദൈവാത്മാവ് യോഹന്നാനോട് കൈമാറുന്നു. എന്ത്? ആമേൻ. നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും ഒക്കെയാണെന്ന് ആരോട് പറഞ്ഞു കൊടുക്കുന്നു? തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാന് പത്മോസിൻ്റെ ദ്വീപിൽ വെച്ച് കൈമാറുകയാണ്. എന്താ ദൈവം ഇത് കൈമാറാൻ ഉദ്ദേശം? ഈ സഭ ഇതിൽ നിന്ന് പുറത്തു വരണം. ആമേൻ. 7 സഭകൾക്ക് 7 രീതിയിലുള്ള വെളിപ്പാടുകളാണ് കൈമാറുന്നത്. ആമേൻ. ഓരോ സഭയെ പറ്റിയും ദൈവത്തിൻ്റെ പദ്ധതികൾ വ്യത്യസ്തമായിരിക്കാം.
ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതനുസരിച്ച് നമ്മളെ പാകപ്പെടുത്തി എടുക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് പദ്ധതിയുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് അതിൻ്റെ സൊല്യൂഷൻ എന്താ പറയുന്നത്? നീ സമ്പന്നനാകേണ്ടതിന്, എങ്ങനെ? നീ ആത്മാവിൽ സമ്പന്നൻ ആകേണ്ടതിന് നീ എന്ത് ചെയ്യണം? ആമേൻ. നീ ചിലതിനെ വിലയ്ക്ക് വാങ്ങണം. ഹല്ലേലൂയ. ആമേൻ. നീ ചിലതിനെ വിലയ്ക്ക് വാങ്ങണം. ഒന്നാമത്തത് എന്താ നീ വാങ്ങേണ്ടത്? ആമേൻ. തീയിൽ ഊതിക്കഴിച്ച പൊന്ന്. എന്താണ് തീയിൽ ഊതിക്കഴിച്ച പൊന്ന്? ഹല്ലേലൂയ. നമുക്ക് വ്യക്തമായി അറിയാം. ആമേൻ. നിന്റെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾക്കകത്തൂടെ നീ കടന്നു പോകാറുണ്ട്. ആമേൻ. ഇയ്യോബിനെ പോലെ. ആമേൻ. ആമേൻ. ചില പ്രതിസന്ധിക്കകത്തൂടെ നീ പുറത്തിറങ്ങി വരുമ്പോൾ ആമേൻ, നീ കർത്താവിന് വേണ്ടി പാകപ്പെട്ട ഒരു പാത്രമായി മാറും. ആമേൻ. ആമേൻ. ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് കൈമാറുവാൻ ഉദ്ദേശിക്കുന്ന ഒരാശയം ഇതാണ്. ആമേൻ. തീക്കകത്തൂടെ കടക്കുവാൻ. ആമേൻ. ഹല്ലേലൂയ. നീ തീക്കകത്തൂടെ കടക്കുമ്പോഴും ഇയ്യോബിനെ പോലെ വിശ്വസ്തനായി നീ പുറത്തു വരണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നീ വില കൊടുക്കുന്നവനായി തീരണം. ആമേൻ. എങ്ങനെയാ? അവൻ എല്ലാ പ്രതിസന്ധിക്കകത്ത് ഇയ്യോബ് നിൽക്കുമ്പോഴും അവൻ ദൈവത്തെ തള്ളിപ്പറയാൻ, അവൻ ദൈവത്തെ കൈവിട്ട് കളയാൻ അവൻ തയ്യാറായില്ല. അവൻ്റെ ഭാര്യ പറഞ്ഞ് നമുക്കറിയാം അവൻ എന്തിനു നീ ദൈവത്തെ സേവിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അവൻ പറഞ്ഞ മറുപടി പ്രസക്തമാ. ഹല്ലേലൂയ. നന്മ തന്ന ദൈവ തിന്മയും തരുമ്പോൾ നീ എങ്ങനെ അതിനെ സ്വീകരിക്കണം? ഹല്ലേലൂയ. വിശ്വസ്തയോടെ നിന്ന ഇയ്യോബിന് വേണ്ടി അവൻ പഴയ കാലത്തേക്കാൾ പിൻകാലങ്ങളിൽ സമൃദ്ധമായി അനുഗ്രഹിച്ച ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് പകൽ ആർക്കൊക്കെ മനസ്സിലാകുന്നു അവൻ വില കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, വില കൊടുത്ത് നിൽക്കാൻ വിശ്വസ്തയോടെ ദൈവത്തോട് കംപ്ലൈന്റ് പറയാതെ നീ നിൽക്കാൻ തയ്യാറാണെങ്കിൽ അവൻ കഴിഞ്ഞ കാലഘട്ടത്തിനപ്പുറമായി നിനക്ക് വേണ്ടി ചില കരുതലുകളെ പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങൾ, പ്രശ്നത്തിന്റെ സാഹചര്യങ്ങളിൽ ചില ചോദ്യചിഹ്നങ്ങൾ നിന്റെ മുമ്പിൽ വരുമ്പോൾ, ഹല്ലേലൂയ, പ്രശ്നങ്ങൾ സഹിക്കാൻ കഴിയാതെ അവൻ ഇയ്യോബിനെ പോലെ കരഞ്ഞുകൊണ്ട് അവൻ എവിടൊക്കെ ഒതുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഓർപ്പിക്കുന്നു, നീ വിശ്വസ്തയോടെ നിന്നാൽ നിനക്ക് വേണ്ടി ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നേരെ ഇരട്ടിയായി അനുഗ്രഹിച്ച ദൈവം. നേരെ ഡബിളാക്കി മാറ്റിയ ദൈവം. ഹല്ലേലൂയ. അത് മാത്രമല്ല കേട്ടോ, എനിക്ക് 42-ാമത്തെ അധ്യായമാണത്. ഇയ്യോബിന്റെ പുസ്തകം 42-ാമത്തെ അധ്യായം എടുക്കാമോ? 42. അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്. ഇയ്യോബിനെ മാനിക്കാൻ വേണ്ടി ഇയ്യോബിന്റെ അടുത്തേക്ക് അനേകർ കടന്നു വന്നു. ദൈവം പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ ദാസനായ ഇയ്യോബ് പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഇവരുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല. ആമേൻ. ആമേൻ. ചില വിഷയങ്ങൾ ഇയ്യോബ് പ്രാർത്ഥിച്ചാലേ മാറത്തുള്ളെന്ന് ദൈവം അങ്ങ് പ്രഖ്യാപിച്ചു. കാരണം വില കൊടുത്തവനെ വില കൊടുക്കാൻ ദൈവത്തിനറിയാം. ഇന്ന് പകൽ എവിടെങ്കിലുമൊക്കെ വില കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി സ്വർഗം കരുതുന്ന വിലയേറിയ ചിലത് ഇന്ന് പകൽ എവിടെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നമ്മുടെ ബന്ധുക്കരും ചാർച്ചക്കാരുമൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞപ്പോഴും അവർ ചോദിച്ചു, എന്തിനാ നീ ഇതിനു വേണ്ടി പോകുന്നത്? എന്തിനാ ഈ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ പോകുന്നത്? ഹല്ലേലൂയ. നീ വിലയായി കൊടുത്തെങ്കിൽ സ്വർഗം തന്റെ മറുവിലയായി ചിലതിനെ ചെയ്യും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ യോബിന്റെ അനുഭവങ്ങൾ ചില ജീവിതങ്ങൾക്ക് വരാൻ പോകുകയാണ്. ആമേൻ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ നീ ചിലതിനെ വിലയ്ക്ക് വാങ്ങിക്കാമെങ്കിൽ ആമേൻ, നീ സമ്പന്നനാകും. അത് എല്ലാ രീതിയിലും. അവൻ എങ്ങനെയാ യോബ് സമ്പന്നനായത്? ആമേൻ. അവൻ ആടുമാടുകൾ വർദ്ധിച്ചു, അതൊക്കെ ശരിയാ. എന്നാൽ പറയുന്നത് ഇങ്ങനെ, യോബ് പ്രാർത്ഥിച്ചിട്ടല്ലാതെ ആമേൻ ഇവർക്ക് സൗഖ്യമുണ്ടാകത്തില്ല. ഹല്ലേലൂയ. നിനക്കൊരു ആത്മീയ സമ്പന്നത നീ ആഗ്രഹിക്കുന്നെങ്കിൽ വില കൊടുക്കാൻ തയ്യാറാകണം. ആമേൻ. ഹല്ലേലൂയ. ആത്മീയമായ ഒരു വിശാലത അനുഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ വില കൊടുക്കാൻ തയ്യാറാകണം. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞത്, തീയിൽ ഊതിക്കഴിച്ച പൊന്നെ പോലെ നീ പുറത്തു വരണം. ആമേൻ. ചില കഷ്ടതയുടെ അനുഭവത്തിനകത്തൂടെ നീ പുറത്തു വരേണ്ട ആവശ്യമുണ്ട്. ദൈവം നിന്റെ വിശ്വസ്തതയെ നോക്കുന്നു. ദൈവം വിശ്വസ്തന്മാരെ നോക്കുന്നു. ആമേൻ. യോശുവയെ പോലുള്ള വിശ്വസ്തന്മാരെ, യോബിനെ പോലുള്ള വിശ്വസ്തന്മാരെ ആമേൻ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വാക്കാകാൻ, ദൈവത്തിന്റെ ശബ്ദമാകാൻ, അവൻ ദൈവത്തിന്റെ പ്രതിനിധിയാകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇത്രയ്ക്ക് സന്തോഷമുണ്ട്. കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്, അനുഭവം സന്തോഷമല്ല. നമ്മൾ മടുത്തു പോവും, നമ്മൾ കളഞ്ഞിട്ട് പോകാൻ നിൽക്കും. ആമേൻ, ഹല്ലേലൂയ. ശരിയല്ലേ? ശരിയല്ലേ? ആമേൻ. കർത്താവ് അതുകൊണ്ട് പറഞ്ഞ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ആമേൻ. കർത്താവിന് അറിയാം നമ്മൾ മടുത്തു പോകുമെന്ന്. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എടുത്തെഴുതി മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ഭയപ്പെട്ടു പോകുമെന്നറിയാം. അതുകൊണ്ടാണ് ബൈബിളിൽ ഒരുപാട് തവണ പറഞ്ഞിരിക്കുന്നു, ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഭയം എവിടുന്നാ? ദൈവത്തിൽ നിന്നാണോ? അപ്പൊ ഭയത്തെ മാറ്റുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ഭയപ്പെടരുത് എന്നെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ദൈവത്തിന്റെ ആഗ്രഹം? നമ്മൾ ഭയപ്പെടരുതെന്നാ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നമ്മൾ തീയിൽ ഊതിക്കഴിച്ച പൊരിനെ പോലെ പുറത്തു വരണം. രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നേ? ആമേൻ. നിന്റെ നഗ്നത, നിന്റെ ലജ്ജ പുറത്തു വരാതിരിക്കത്തക്ക വണ്ണം നീ എന്തിനെ ധരിക്കണം? ഹല്ലേലൂയ. ധരിക്കണം. എന്തിനെയാ? വെള്ളയുടുപ്പിന് ധരിക്കണം. ഇന്ന് വെള്ളയുടുപ്പ് ആരും ഇട്ടുകൊണ്ട് വന്നിട്ടില്ല. ഹല്ലേലൂയ. ആ വെള്ളയുടുപ്പിനെ പറ്റിയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. നീതി എന്ന വെള്ളയുടുപ്പ്, നീതിമാനായ വെള്ളയുടുപ്പ്, യേശുവാകുന്ന വെള്ളയുടുപ്പ്. എന്തിനെ ധരിക്കണം? യേശുവിനെ ധരിക്കണം. ആമേൻ, ഹല്ലേലൂയ. നിന്റെ രൂപവും ഭാവവും എന്നിലായിത്തീരണം. ആമേൻ, ഹല്ലേലൂയ. ക്രിസ്തുവിനെ ധരിച്ചെങ്കിൽ മാത്രമേ ആ രൂപം നമുക്കുണ്ടാകത്തുള്ളൂ, ആ ഭാവം നമുക്കുണ്ടാകത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്ത് ഇല്ലാതാകുമെന്നാ പറഞ്ഞിരിക്കുന്നേ? ഉറക്കമാണോ? എന്താണ്?
ലജ്ജ, നിന്റെ കുറവുകൾ വെളിപ്പെടാതെ വണ്ണം ആയിത്തീരണമെങ്കിൽ നീ വെള്ള ഉടുപ്പിനെ ധരിക്കണം. ഹല്ലേലൂയ. നിന്റെ ശൂന്യതകൾ ഇല്ലാതായി തീരണമെങ്കിൽ നീ അവനെ ധരിക്കണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ജ്ഞാനിയായതിനെ ലജ്ജിപ്പാൻ എന്ത് ചെയ്തു? ഭോഷത്വമായതിനെ ദൈവം തിരഞ്ഞെടുത്തു. വെറുതെ തിരഞ്ഞെടുത്തതല്ല. ആമേൻ. ക്രിസ്തുവിൽ നിന്നെ മറച്ചുകൊണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ കുറവുകൾ പുറത്തു വരാതിരിക്കുവാൻ നീ ക്രിസ്തുവിനെ ധരിക്കണം. ക്രിസ്തുവിലൂടെ മാത്രമേ നിന്റെ കുറവുകളെ പരിഹരിക്കുവാൻ കഴിയത്തുള്ളൂ. ക്രിസ്തുവിന്റെ സ്നേഹത്തിനകത്ത് മാത്രമേ അവൻ നിന്റെ കുറവുകൾ പുറത്തു വരാതിരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. വേറെ യാതൊരു മാർഗവുമില്ല. മറ്റൊരുത്തിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ അവൻ വേറെ ഒരു നാമവുമില്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നോക്കണേ, യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുന്ന കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവരണം. ആമേൻ. കഴുതയുടെ നേച്ചർ നമുക്കറിയാലോ. എന്തുവാ? നമ്മൾ തന്നെ അതല്ലേ? ശരിയല്ലേ? ആണോ? എല്ലാവരും സമ്മതിച്ചെന്ന് തോന്നുന്നു. ചിരിച്ച്. ആമേൻ. ഹല്ലേലൂയ. ചില മേഖലകളൊക്കെ നമ്മൾ കഴുതകളാകാറുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ശരിക്കും നമ്മൾ ഒരു അർത്ഥത്തിൽ ചിന്തിച്ചാൽ നമ്മൾ കഴുതകളായ നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത് നമുക്ക് ചിന്തിക്കാം. ആമേൻ. ഹല്ലേലൂയ. ഈ കഴുതയുടെ അനുഭവം കെട്ടപ്പെട്ടവരാണ് അല്ലേ? ഇതിന് സ്വാതന്ത്ര്യമില്ല. ഇവൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്താ കെട്ടപ്പെട്ടവൻ്റെ ആഗ്രഹം? എന്താ? സ്വതന്ത്രനാകണം അല്ലേ? ഇവനെ കെട്ടപ്പെട്ട സ്ഥലത്ത് നല്ല 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 എന്താ പറയുക, പഴങ്ങളും നല്ല കഴിക്കാനുള്ള ആഹാരങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷെ ഒന്നും കഴിക്കാൻ കഴിയുന്നില്ല, ഒന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ നന്മകളൊന്നും അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഇവൻ കെട്ടപ്പെട്ടു പോയി. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവ് ഇവനോട് പറഞ്ഞു, കെട്ടഴിച്ചു വിടുക. ആമേൻ. അവൻ പുറത്തു വരട്ടെ. എനിക്ക് അവനെ കൊണ്ട് ആവശ്യമുണ്ട്. ശ്രദ്ധിക്കണേ, അവൻ്റെ ജീവിതത്തിലെ അവൻ്റെ ജന്മം കൊണ്ട് അവനുണ്ടായിരുന്ന കുറവുകൾ മുഴുവനും പരിഹരിക്കുന്ന നിലവാരത്തിലേക്കാണ് യേശു കർത്താവ് അവൻ്റെ മുകളിൽ കയറിയത്. ആമേൻ. അവൻ്റെ ജന്മന അവന് ലഭിച്ച ചില കുറവുകളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. അവനെ ലജ്ജിപ്പിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതിൽ നിന്നും പുറത്തു വരത്തക്ക രീതിയിലേക്ക് ഇതാ ഒരുത്തനെ ധരിക്കുന്ന രീതിയിൽ കഴുതയുടെ പുറത്തവൻ കയറി. ആരൊക്കെ അവനെ ആദരിച്ചത്? അവൻ നടന്ന വഴിയിലൂടെ എന്തൊക്കെ അവൻ ഇട്ടുകൊടുത്തത്? ഹല്ലേലൂയ. അവൻ എന്തൊക്കെ മാന്യത അവന് ലഭിച്ചത്? അവൻ എന്തൊക്കെ അവന് ലഭിച്ചത്? എന്താ കാരണം? ഒരുവനെ ധരിക്കാൻ ആ കഴുതയ്ക്കൊരു ഭാഗ്യം ലഭിച്ചു. ഇന്ന് പകൽ ഭാഗ്യം ലഭിച്ചവർ, ഹല്ലേലൂയ, നിന്റെ കുറവുകളെ പരിഹരിക്കുന്ന ഒരു വസ്ത്രത്തെ അണിയുവാൻ ദൈവത്തിന്റെ ആത്മാവ് ജനതയോട്, നിന്റെ ജന്മം കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത, നിന്റെ കുടുംബ പാരമ്പര്യം കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത ചില കുറവുകൾ, ചില ന്യൂനതകൾ, ആമേൻ, അത് പരിഹരിക്കുന്ന ഒരുവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
എത്രയൊക്കെ മനസ്സിലാകുന്നു? അവൻ നിന്റെ ശൂന്യതകളെ പരിഹരിക്കുന്ന ഒരുവൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നിന്റെ അവസ്ഥകളെ മാറ്റുന്ന ഒരുവൻ. ആമേൻ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാനൊരു പരാജയമാണെന്ന്? ആമേൻ. എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ലെന്ന്, ഞാൻ വിചാരിച്ചിട്ടൊന്നും നടക്കത്തില്ലെന്ന്. ആമേൻ. വിചാരിച്ച പലരും ഇവിടെത്തുണ്ട്, ഞാൻ ഉൾപ്പെടെ. അവൻ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാനൊരു വചനം കൈമാറട്ടെ. അങ്ങനെ ഒരിക്കൽ ഒരുവൻ ചിന്തിച്ചു, അങ്ങനെ ഒരിക്കൽ ഒരുവൻ ചിന്തിച്ചു. ആമേൻ. ഹല്ലേലൂയ. അവന്റെ പടക് ശൂന്യമായിരുന്നു. ഒരുവന്റെ വാക്ക് കേട്ടപ്പോ അവന്റെ പടക് നിറഞ്ഞു. അവന്റെ പരാജയത്തിന്റെ അനുഭവങ്ങൾ മാറി മറിഞ്ഞു. ഹല്ലേലൂയ. അവന്റെ ദാരിദ്ര്യത്തിന്റെ അനുഭവങ്ങൾ മാറി മറിഞ്ഞു. ഇന്ന് പകൽ ആ അവസ്ഥയിലുള്ളവർക്ക് വേണ്ടി അവൻ ശൂന്യതകളെ മാറ്റുന്ന ഒരുവൻ. ഇന്ന് പകൽ യേശു കർത്താവ് വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ അത് നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്റെ അവസ്ഥയെ മാറ്റുന്ന, നിന്റെ സാഹചര്യങ്ങൾ മാറ്റുന്ന, നിന്റെ കുറവുകളെ പരിഹരിക്കുന്ന, നിന്റെ ആത്മീയ ദാരിദ്ര്യത്തെ പരിഹരിക്കുന്ന ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേര് സ്വീകരിക്കാൻ തയ്യാറാണ്? ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സകല കുറവുകളുമുള്ള പത്രോസിനെ ദൈവം തിരഞ്ഞെടുത്തത്. ആമേൻ. ഹല്ലേലൂയ. സകല കുറവുകളുമുള്ള 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞതാ. ആമേൻ. ഹല്ലേലൂയ. അവനെല്ലാം തികഞ്ഞവനായതുകൊണ്ടല്ല അവനെ തിരഞ്ഞെടുത്തത്, അവനെ തികഞ്ഞവനാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. ആമേൻ. ഒന്നുകൂടെ പറയാം, തികഞ്ഞത് കൊണ്ടല്ല, നിന്നെ തികഞ്ഞവനാക്കാൻ വേണ്ടിയാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. അവൻ നിന്നെ തികഞ്ഞവനാക്കുന്ന ഒരു യേശുവുണ്ട്. ആമേൻ. നിന്നെ സകലത്തിലും പൂർണ്ണനാക്കുന്ന, സകലത്തിൽ നിന്നെ പൂർത്തി വരുത്തുന്ന, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഇന്ന് പകൽ അവന്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാണെങ്കിൽ അവൻ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് ഒരു പൂർണ്ണത വരുത്തുവാൻ, നിന്റെ നഗ്നത വെളിവാകാതെ വണ്ണം, നിന്റെ കുറവുകളെ മറക്കത്തക്ക രീതിയിൽ അവൻ നിന്നെ മാറ്റുന്ന ഒരുവൻ. ഹല്ലേലൂയ. ആമേൻ. ആരെ ധരിക്കണം? ക്രിസ്തുവിനെ ധരിക്കണം. ആമേൻ. ഹല്ലേലൂയ. വെറുതെ ധരിക്കണമെന്ന് പറഞ്ഞിട്ട് പോകരുതേ. അവന്റെ രൂപവും ഭാവവും അവന്റെ സ്വഭാവവും, ആമേൻ, അവന്റെ ക്വാളിറ്റി നമുക്കുണ്ടാകട്ടെ. ആമേൻ. അവന്റെ ക്വാളിറ്റി നമുക്കുണ്ടാകട്ടെ. ഇന്ന് പകൽ ആരുടെ മുമ്പിലാണ് ഇരിക്കുന്ന ബോധ്യം അവനൊക്കെണ്ടാകട്ടെ. ആമേൻ. ഇന്ന് പകൽ ഞാൻ ആരാധിക്കുന്ന ബോധ്യം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വെള്ളോട്ടിന് സദൃശ്യമായ കാലുമായി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുമായി നിന്റെ ഹൃദയങ്ങളെ അറിയുന്ന ഒരുവൻ, നിന്റെ സാഹചര്യങ്ങളെ അറിയുന്ന ഒരുവൻ, നിന്റെ ചിന്തകളെയും നിലവുകളെയും തിരിച്ചറിയുന്ന ഒരുവൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ ഇന്ന് പകൽ നീ ഒന്ന് സമർപ്പിക്കുമെങ്കിൽ, അപ്പോൾ ആ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ അവൻ എനിക്ക് ആകേണ്ടതുപോലെ ആയിത്തീരാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് പകൽ ഞാൻ സമർപ്പിക്കുന്നു, ഇന്ന് പകൽ ഞാൻ സമർപ്പിക്കുന്നു.
വിളിച്ച വെളിയിലേക്ക്, അവൻ വിളിച്ച വെളിയിലേക്ക് അവൻ ആരൊക്കെ സമർപ്പിക്കാൻ തയ്യാറാ? യേശുവിന്റെ രൂപവും ഭാവവും എനിക്കുണ്ടാകട്ടെ. യേശുവിന്റെ സ്വഭാവം എനിക്കുണ്ടാകട്ടെ. ആമേൻ. യേശുവിന്റെ ജീവിതം എനിക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അത് നിന്നെ കുറവുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അത് നിന്നെ അവിശക്തനായി പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഒരു പത്രോസിനെ പോലെ, ഒരു പൗലോസിനെ പോലെ ഈ കാലഘട്ടത്തിന്റെ ശബ്ദമായി നിന്നെ പുറത്തു കൊണ്ടുവരും. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ വിളിച്ചു പറയാൻ അവൻ ധൈര്യമുള്ളവനായിരുന്നു. വെള്ളിയും പൊന്നും എനിക്കില്ലെങ്കിലും എനിക്കുള്ളവനെ ഞാൻ നിനക്ക് തരാമെന്ന്. ഹല്ലേലൂയ. നസ്രനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അവൻ അനേകരോട് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, എനിക്കറിയാം. പക്ഷേ ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല. ക്രിസ്തുവിനെ ധരിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിന് നീ വില കൊടുക്കാൻ തയ്യാറാകണം. അവൻ അതിന് നീ വില കൊടുത്ത് അവൻ ചിലതിനെ വാങ്ങാൻ നീ തയ്യാറാകണം. അതിനുവേണ്ടി വിലയേറിയതിനെ ധരിക്കുവാൻ നീ തയ്യാറാകണം. ഹല്ലേലൂയ. ആഗ്രഹം കൊണ്ട് കാര്യമില്ല, പ്രസ്താവനകൾ കൊണ്ട് കാര്യമില്ല. ഹല്ലേലൂയ. ജീവിതത്തിൽ ധരിക്കാൻ നീ തയ്യാറെടുക്കണം. ആമേൻ. ഇന്ന് നിങ്ങൾ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് ഉടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചതാ. നിങ്ങൾ തയ്യാറാകണം. ഞാൻ ഇന്നത് ഇത് ഉടുക്കണമെന്ന്, ഞാൻ ഇന്നത് ധരിക്കണമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് കഴിച്ച ആഹാരം നിങ്ങളുടെ വയറിനറിയാനാ. നിങ്ങൾക്ക് ആത്മീയമായി മുന്നേറണമെങ്കിൽ നിങ്ങൾ ആത്മീയ ആഹാരം കഴിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ആത്മീയമായ ആഹാരം കഴിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. അതിന് നിങ്ങൾ സമയത്തെ കൊടുത്തേ പറ്റത്തുള്ളൂ. ദൈവത്തോടു കൂടെ ഇരുന്നേ പറ്റത്തുള്ളൂ. ആമേൻ. വില കൊടുത്തു വാങ്ങാതെ അഭിഷേകത്തെ കൈമാറത്തില്ല. ഹല്ലേലൂയ. എല്ലാവരുടെ സ്തോത്ര സന്തോഷം പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എല്ലാവർക്കും ആഗ്രഹമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകണം, അല്ലേ? വലിയ ഉണർവ് സംഭവിക്കണം, വലിയ വിടുതൽ സംഭവിക്കണം, വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കണം. ആമേൻ. പക്ഷേ അതിൻ്റെ മറു സൈഡിൽ ദൈവം ഒരു കാര്യം പറയുന്നു. ഞാൻ നിന്നെ ബുദ്ധി ഉപദേശിക്കുന്നു. എന്താ? ഞാൻ നിന്നെ ബുദ്ധി ഉപദേശിക്കുന്നു, നീ സമ്പന്നനാകേണ്ടതിന്. ആമേൻ. തീയിൽ ഊതിക്കഴിച്ച പൊന്നും നീ തീക്കകത്തൂടെ പുറത്തു വരണം. നീ തയ്യാറാകണം. അതിനകത്ത് നീ വിശ്വസ്തനായിരിക്കണം. സാഹചര്യങ്ങളിൽ നീ വിശ്വസ്തനായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. ഇയ്യോബിനെ പോലെ നീ വിശ്വസ്തനായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. ക്രിസ്തുവിനെ ധരിക്കാൻ നീ തയ്യാറാകണം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. നീ ക്രിസ്തുവിന്റെ ദാസൻ എന്ന ബോധ്യം നിനക്കുണ്ടാകണം. നീ ആരാ? നിന്നെ ആരായിട്ടാ വിളിച്ചത്? ആമേൻ. നിന്നെ ആരാ? നിന്നെ എന്തിനാ വിളിച്ചത്? നീ ക്രിസ്തുവിന്റെ ദാസൻ എന്ന ബോധ്യം നിനക്കുണ്ടാകട്ടെ. ആമേൻ, ഹല്ലേലൂയ. മൂന്നാമതായിട്ട്, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങിക്കുക. ആമേൻ, ഹല്ലേലൂയ. വെറുതെ വാങ്ങിക്കാനല്ല പറഞ്ഞേ, ഫ്രീ അല്ല സാധനം. ആമേൻ. ആണോ? ഫ്രീ ആണോ? രക്ഷ ഫ്രീയാ എന്നാ ചിലത് ഫ്രീ അല്ല. നമ്മളെല്ലാം ഫ്രീ ആണെന്ന് പറഞ്ഞിരിക്കുക. ആമേൻ, ശരിയല്ലേ? സന്തോഷമൊക്കെ പോയോ? ഹല്ലേലൂയ, ആമേൻ. എന്താ വിലയ്ക്ക് വാങ്ങിക്കണ്ടേ? നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും വിലയ്ക്ക് വാങ്ങിക്കുക. എന്താണത്? ആമേൻ,
ഹല്ലേലൂയ. നിന്റെ കാഴ്ചയെ തുറക്കുന്ന, നിന്റെ ആത്മാവിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന ആമേൻ ലേപത്തെ നിലയ്ക്ക് വാങ്ങണം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മയിൽ നീ ആയിത്തീരണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ള കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞ ഒന്ന് രണ്ട് വിഷയത്തെ ഞാൻ പെട്ടെന്നൊന്നും ഓർമ്മിച്ച് പറയാം. അബ്രഹാം അനുഗ്രഹിക്കപ്പെടാൻ കാര്യം അബ്രഹാം ദൈവശബ്ദം കേട്ടതുകൊണ്ട്. എങ്ങനെയാണ്? ശ്രദ്ധിക്കണേ. അബ്രഹാം അനുഗ്രഹിക്കപ്പെടാൻ കാര്യം എന്താണ്? അബ്രഹാം അനുസരിച്ചുകൊണ്ടാ അല്ലേ? പക്ഷെ അനുസരിക്കാനും ദൈവശബ്ദം കേട്ടുകൊണ്ടാണ് അനുസരിക്കാൻ പറ്റിയത് അല്ലേ? ദൈവശബ്ദം കേൾക്കാൻ പറ്റി, അതുകൊണ്ട് അനുസരിക്കാൻ പറ്റി. ദൈവശബ്ദമാണെന്ന് അവന് തിരിച്ചറിയാൻ പറ്റി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവശബ്ദമാണെന്ന് തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നതിനെ പറ്റി നമ്മൾ സംസാരിച്ചു വന്നു. ആമേൻ. ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്, എന്നാൽ പലപ്പോഴും നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്, നമ്മുടെ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് ശരിയല്ലേ? നമ്മുടെ ഒരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ നമ്മൾ കർത്താവിനോട് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് തിരിച്ചൊരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെ കേൾക്കും? ആമേൻ. ദൈവത്തിന് നമുക്കൊരു ലിസ്റ്റ് തരാനുണ്ടെങ്കിൽ ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പറയുന്നതൊക്കെ ദൈവം കേൾക്കണം, നമ്മുടെ ചെവി നമ്മൾ അടച്ചു വെച്ചേക്കുക. ഹബക്കുക്കിന്റെ പുസ്തകം 2-ാം അധ്യായം. ഹബക്കുക്കിന്റെ പുസ്തകം 2-ാം അധ്യായം. ഞാൻ കൊത്തളത്തിൽ നിന്ന്, ഞാൻ അതിനു മുന്നേ ഒരു കാര്യം പറയാം. 1-ാമത്തെ അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. നിങ്ങളിത് ഡെഫിനറ്റ്ലി നിങ്ങളിത് ചെയ്യണം, നിങ്ങളിത് പ്രാക്ടിക്കലി ചെയ്യണം. 1-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുമ്പോൾ ഹബക്കുക്ക് മുഴുവനും ദൈവത്തോട് പരാതി പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. ദൈവത്തോട് പരാതി പറയുക. ആ വാക്യത്തിൽ, ആ അധ്യായത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവത്തോട് പരാതി പറയുക. എന്നാൽ എവിടെയോ ഹബക്കുക്കിന് കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായെന്ന് പറയാമോ? ആമേൻ. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട്, ശ്രദ്ധിക്കണേ, ആരാ? അവൻ എന്നോട് എന്ത് അരുളി ചെയ്യുമെന്നും, ശ്രദ്ധിക്കണേ, ആരാ? ദൈവം എന്നോട് എന്ത് അരുളി ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച്. ആമേൻ. ആവലാതി ഉള്ളവരൊക്കെ ഒന്ന് കൈവക്കാമോ? പല വിഷയത്തിനകത്തും. ഹല്ലേലൂയ. എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയണ്ടു എന്നും കാണേണ്ടതിന് ഞാൻ എന്ത് ചെയ്യുമെന്നാ? ഞാൻ ദൃഷ്ടി വയ്ക്കും അവങ്കിലേക്ക്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ദൃഷ്ടി വെക്കണം. ആത്മ കണ്ണുകളെ തുറന്ന്, എങ്ങനെ തുറക്കുന്നേ? അല്ലാതെ നമുക്ക് കണ്ണ് ഓപ്പൺ ആയിട്ട് തുറക്കാനൊന്നും പറ്റില്ല. അപ്പം നിങ്ങൾ ഹൃദയത്തെ വിട്ടുകൊടുക്കുക. നമ്മുടെ മറ്റെല്ലാ ചിന്തകളിൽ നിന്നും മാറി ദൈവത്തെങ്കിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ കംപ്ലൈൻറ്റുകളും നിങ്ങളുടെ വാഗ്വാദങ്ങളും നിങ്ങളുടെ സംസാരങ്ങളും മുഴുവനും സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലിനെ അടച്ചു വയ്ക്കുക. ആമേൻ. തുറക്കുക. ആമേൻ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലും നിങ്ങളുടെ സ്പിരിറ്റുമായിട്ടുള്ള ഡോർ ഓപ്പൺ ആയി കിടക്കട്ടെ. ഞാൻ അന്ന് പറഞ്ഞതുപോലെ ആമേൻ. അതിനകത്ത് ആമേൻ നമ്മുടെ ആത്മാവിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. എന്താണ്? നമ്മുടെ ആത്മാവിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് കണക്റ്റ് ആകും. ദൈവം നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. ഫോക്കസ് ചെയ്യുക. ദൈവത്തിങ്കിലേക്ക് ഫോക്കസ് ചെയ്യുക. ആമേൻ. ശ്രദ്ധിക്കണേ. ദൃഷ്ടി വെച്ചു. ആര്? ഹബക്കുക്ക് പ്രവാചകനായ മനുഷ്യനാണ് കേട്ടോ. എങ്ങോട്ട്? ദൈവത്തിങ്കിലേക്ക് ദൃഷ്ടി വെച്ചു. അടുത്ത വാക്യത്തിൽ ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി. എന്താ സംസാരിക്കുന്നേ? ശിനു വായിക്കാമോ?
യഹോവ എന്നോട് ഉത്തരം അരുളിയത്. ശ്രദ്ധിക്കേ, യഹോവ എന്നോട് ഉത്തരം അരുളിയത്. നിദർശനം എഴുതുക. നിദർശനം എഴുതുക. ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം. ആമേൻ. ചിലർക്ക് ഓടിച്ചു വായിക്കാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദൈവം വ്യക്തമായി സംസാരിക്കുക കേട്ടോ. എന്താ 1-ാം അധ്യായത്തിൽ ഹബക്കുക്ക് എന്തിനു വേണ്ടി ഭാരപ്പെട്ടോ അതിന്റെ മറുപടി എവിടെ കൊടുക്കുന്നത് നിങ്ങൾ വായിച്ചു. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. വായിച്ചു. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് വരും, നിശ്ചയമാണ്. ഹല്ലേലൂയ. ആമേൻ. എത്ര വിശ്വസിക്കുന്നു? ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ദർശനത്തിനൊരു സമയമുണ്ട്. അത് വരും, നിശ്ചയമാണ്. നിശ്ചയമാണ്, നിശ്ചയമാണ്, നിശ്ചയമാണ്. ഇന്ന് പകൽ ആ നിശ്ചയം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങളൊരു പുതിയ ആത്മീയ തലത്തിലേക്ക് കയറണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്. കൃത്യമായി ദൈവം നിങ്ങളോട് സംസാരിക്കും. കൃത്യമായി ദൈവം നിങ്ങളോട് സംസാരിക്കും. ആമേൻ. ഈ പ്രവാചകന്മാർക്കൊന്നും നമ്മളെക്കാൾ പ്രത്യേകതയൊന്നുമില്ല. ആമേൻ. ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് പാപം ചെയ്താൽ, തെറ്റ് ചെയ്താൽ പല ഹോമയാഗങ്ങളും കഴിക്കണം. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരുവൻ യാഗമായി. ആമേൻ. ഹല്ലേലൂയ. അതിനേക്കാൾ മുകളിലാണ് നമ്മുടെ സ്ഥാനം. ആമേൻ. ഹല്ലേലൂയ. എന്തുകൊണ്ട് നമ്മളോട് സംസാരിക്കാൻ കഴിയുന്നില്ല? കാരണം എന്താ? നമ്മൾ ദൃഷ്ടി വയ്ക്കുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ എത്ര പേര് വില കൊടുക്കാൻ തയ്യാറാ? എത്ര പേര് വില കൊടുക്കാൻ തയ്യാറാ? ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് വില കൊടുക്കുന്നവനെ ആമേൻ അവൻ പുതിയ തലങ്ങളിലേക്ക് കയറ്റും. ഹല്ലേലൂയ. ആത്മാവിന്റെ പുതിയ തലങ്ങളിലേക്ക് കണ്ണിൽ എഴുതുവാൻ ലേപം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ചിലതിൻ്റെ മേൽ ആമേൻ, ചിലതിൻ്റെ മേൽ ഹല്ലേലൂയ ചില റെക്കമെൻഡേഷനുകൾ സംഭവിക്കാൻ പോവുകയാണ്. ചില ശുപാർശകൾ സംഭവിക്കാൻ പോവുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ചില റെക്കമെൻഡേഷനുകൾ നിങ്ങൾക്ക് വേണ്ടി വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദാവീദ് കാട്ടിൽ ആമേൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു? ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നവനാ. ഹല്ലേലൂയ. അവൻ ജാഗ്രതയുള്ളവനായിരുന്നു. അതുകൊണ്ട് അവൻ തൻ്റെ ആടുകളെ പിടിക്കാൻ വന്നപ്പോ അവൻ തിരിച്ചറിഞ്ഞു പ്രശ്നമാണ്, അപകടമാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. ആമേൻ. തിരിച്ചറിഞ്ഞത് മാത്രമല്ല, ഇവൻ ജാഗ്രതയോടെ തിരിച്ചറിഞ്ഞത് മാത്രമല്ല, ഇവൻ തൻ്റെ ജീവന് വരെ വില കൊടുക്കാതെ, ആമേൻ, അതുപോലും കാര്യമാക്കാതെ എന്താ ചെയ്തേ? തൻ്റെ ആടുകളെ രക്ഷിക്കാൻ ഇവൻ ചാടിയിറങ്ങി. ആമേൻ. ഹല്ലേലൂയ. തൻ്റെ ആടുകളെ രക്ഷിക്കാൻ സിംഹത്തിന്റെ വായിൽ നിന്നും കരടിയുടെ വായിൽ നിന്നും തൻ്റെ ആടുകളെ രക്ഷിക്കാൻ വേണ്ടി വില കൊടുത്ത് തൻ്റെ ജീവൻ പോലും പോകട്ടെ എന്ന് വെച്ച് കൊടുത്തുകൊണ്ട് അവൻ ഇറങ്ങിയെങ്കിൽ ആമേൻ, അടുത്ത അധ്യായങ്ങളിൽ ശ്രദ്ധിച്ചോണം, അടുത്ത അധ്യായങ്ങളിൽ ഇവന് വേണ്ടി ശുപാർശ വരുന്നത് സ്വർഗത്തിൽ നിന്നാ. ഹല്ലേലൂയ. ഒരുവനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റി ഇതാ വരികയാ, അടുത്തവൻ കയറി വരികയാ, അഭിഷേകത്തിലേക്ക് കയറി വരികയാ. അവൻ വില കൊടുക്കുന്നവന്റെ പുറകെ അഭിഷേകം കടന്നു വരും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്ത് അഭിഷേകമാ! ചെറിയ അഭിഷേകമല്ല, രാജകീയ അഭിഷേകം. ശൗലിന്മേലുണ്ടായിരുന്ന അഭിഷേകത്തെ എടുത്തു മാറ്റിയിട്ട് ഇതാ ദാവീദിന്റെ മേൽ അഭിഷേകം വരിക. എന്തുകൊണ്ട്?
അവൻ വില കൊടുക്കാൻ തയ്യാറായിരുന്നു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നോക്കണേ, ഒരു കാലഘട്ടം മുഴുവനും അവൻ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നത് അവനെ ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലാണ്. അതിനകത്തവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഇന്നിതാ, ഹലോ, ഞാൻ ആരോടോ സംസാരിക്കുന്നേ? അവൻ കിന്നരം വായിച്ചു കൊണ്ടിരുന്നത് എവിടെയോ? കാട്ടിൽ. അവന്റെ സൗകര്യങ്ങൾ അവൻ നോക്കിയില്ല. അവന് കിട്ടിയ സമയത്ത് അവൻ ദൈവവുമായി കണക്ട് ആയിരുന്നത് കൊണ്ട് അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിനകത്ത് ഇതാ തന്റെ ജീവനെ പോലും കളയാൻ അവൻ തയ്യാറായത് കൊണ്ട് അതെ, വില കൊടുത്തു വാങ്ങോ. നീ സമ്പന്നനാകേണ്ടതിന് നീ വില കൊടുത്തു വാങ്ങോ. ഞാൻ നിന്നെ ബുദ്ധി ഉപദേശിക്കുന്നു. ഓ റബ ശദരജഗന രഗദന ശദരാജഗന റീബാഖ ശദരജന റീബാലദന റദന. അവൻ വില കൊടുത്തതിന്റെ മധ്യേ അവൻ ചില വില കൊടുത്ത ദൈവമക്കളുടെ മേൽ ഞാൻ വിശ്വസിക്കുന്നു. പൊസിഷനുകൾ മാറും ചില ശുപാർശകൾ നിനക്ക് വേണ്ടി വരാൻ പോകുന്നു. ശുപാർശകൾ നിനക്ക് വേണ്ടി വരാൻ പോകുന്നു. ആത്മാവിൽ വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഹല്ലേലൂയ. ചില ജോലിയുടെ മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് ചിലതിനെ നിങ്ങളുടെ മേൽ ഒരു ശുപാർശ അയക്കും. ഹല്ലേലൂയ. ചില ജോലിയുടെ മേഖലകളിൽ ചില ശുപാർശകൾ വരുന്നത് പോലെ ഇതാരൊക്കെ റിസീവ് ചെയ്യുന്ന എനിക്കറിയത്തില്ല. ആമേൻ. നിന്റെ പൊസിഷനെ മാറ്റുന്ന ചില ശുപാർശകൾ, നിന്റെ സാഹചര്യത്തെ മാറ്റുന്ന ചില ശുപാർശകൾ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പ്ലാറ്റ്ഫോമിനെ മാറ്റുന്ന ചില ശുപാർശകൾ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. ഞാൻ ഈ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? ശ്രദ്ധിച്ചോണേ. ഹല്ലേലൂയ. ആമേൻ. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ച് നിർത്താം. വളരെ പെട്ടെന്ന് ഈ വാക്യം കൂടെ വായിച്ച്. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 16-ന്റെ 18 വാക്യം. 16-ന്റെ 18. ഒന്ന് ശമൂവേൽ. ബാല്യക്കാരിൽ ഒരുത്തൻ ബത്ലഹേമ്യനായ ഇശ്ശായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാരുതയുള്ളവനും കോമളനുമാകുന്നു. യഹോവയും അവനോട് കൂടെ ഉണ്ട്. ആമേൻ. ശ്രദ്ധിക്കണേ, അവനൊരു ശുപാർശ വരിക. എന്തിനാ ശുപാർശ? ഒരാളുടെ മേൽ ഇടയ്ക്കിടയ്ക്ക് ദുരാത്മാവ് വരും. ആമേൻ. ആ ദുരാത്മാവിനെ പുറത്താക്കാൻ ശൗല് തന്നെ ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണേ, രാജാവ് തൻ്റെ മേലുള്ള ദുരാത്മാവിനെ പുറത്താക്കാൻ ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. ആരെ വേണം? കിന്നര വായനയിൽ നിപുണനായ ഒരുത്തനെ വേണം. അപ്പോഴാ ഒരുവന്റെ മേൽ ശുപാർശ വരുന്നത്. എന്നാൽ ഒന്നുകൂടെ പറയാം, ആമേൻ, വില കൊടുത്തവന്റെ മേൽ അഭിഷേകം വന്നു. അഭിഷേകം വന്നവന്റെ മേൽ ശുപാർശ വന്നു. എപ്പോഴാ? 16-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കൊമ്പിൽ തൈലക്കൊമ്പ് ഇന്നാ വന്നത്, അഭിഷേക തൈലവുമായി തൈലക്കൊമ്പിൽ. ആമേൻ. അഭിഷേകത്തിന്റെ തൈലവുമായി ആരാ വന്നേ? ശമൂവേൽ വന്നു. അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 13-ാമത്തെ വാക്യം. ശ്രദ്ധിക്കണേ, എന്താ വന്നേ?
യഹോവയുടെ ആത്മാവ് അന്നു മുതൽ, അവനെ അഭിഷേകം ചെയ്ത നിമിഷം മുതൽ യഹോവയുടെ ആത്മാവ് ദാവീദിന്റെ മേൽ വന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം അവന്റെ മേൽ വന്നപ്പോ ശുപാർശ അവന്റെ മേൽ വന്നു. ശുപാർശ അവന്റെ മേൽ വന്നപ്പോ ആമേൻ അധികാരങ്ങൾ വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ പ്ലാറ്റ്ഫോം മാറി. ഇന്ന് വരെയും കാട്ടിനകത്ത് നിന്നവൻ ഇതാ കൊട്ടാരത്തിനകത്തേക്ക്, അവൻ ഇതാ കാട്ടിൽ നിന്നും കൊട്ടാരത്തിനകത്തേക്ക് ഇതാ നിന്നെ ഉയർത്തുന്ന ഒരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. കാട്ടിന്റെ അകത്ത് നിന്നും കൊട്ടാരത്തിനകത്തേക്ക് നിന്നെ ഉയർത്തിയ ഒരു ശുപാർശയുണ്ട്. ഇന്ന് പകൽ ചില വ്യക്തി ജീവിതങ്ങളുടെ മധ്യത്തിൽ നിന്റെ സാഹചര്യങ്ങളെ മാറ്റുന്ന, ആമേൻ, നിന്റെ പ്ലാറ്റ്ഫോമിനെ മാറ്റുന്ന ചില ശുപാർശകൾ ആമേൻ ആത്മാവിൽ സ്വീകരിക്കാൻ. ചില ജോലിയുമായി ബന്ധപ്പെട്ട ചില ശുപാർശകൾ നിനക്ക് വേണ്ടി വരികയാ. ചില ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ചില ശുപാർശകൾ നിനക്ക് വേണ്ടി വരികയാ. നിന്റെ വേദികളെ മാറ്റുന്ന, അവൻ നിന്റെ വേദികളെ മാറ്റുന്ന, അവൻ നിന്റെ പ്ലാറ്റ്ഫോമിനെ മാറ്റുന്ന അവൻ ശുപാർശകൾ. ചില ജോലികൾ മാറാൻ പോകുന്നു, ജോലിയുടെ പ്ലാറ്റ്ഫോമുകൾ മാറാൻ പോകുന്നു, ശുശ്രൂഷയുടെ പ്ലാറ്റ്ഫോമുകൾ മാറാൻ പോകുന്നു. ആത്മാവിൽ സ്വീകരിക്കാൻ തയ്യാറാവുക. അവൻ ശുശ്രൂഷയുടെ പ്ലാറ്റ്ഫോമുകൾ, അവൻ ഇന്ന് വരെ നീ ശുശ്രൂഷിച്ച നിലവാരം മാറി ഇതാ അടുത്തൊരു നിലവാരത്തിന്റെ ശുശ്രൂഷയിലേക്ക് ഇതാ ആത്മാവ് നിന്നെ കയറ്റുന്നു. ആത്മാവ് നിന്നെ കയറ്റുന്നു. ആത്മാവ് സഭയെ ഇന്നത്തെ ശുശ്രൂഷയുടെ നിലവാരത്തിൽ നിന്ന് അടുത്ത ശുശ്രൂഷയുടെ തലങ്ങളിലേക്ക് അതാ ഒരു ചേഞ്ച്. ചിലതിന്റെ ശുശ്രൂഷയുടെ തലങ്ങൾ മാറുന്നു. ആമേൻ. നിന്റെ ശുശ്രൂഷയുടെ തലങ്ങൾ മാറുന്നു. ആമേൻ. നീ പ്രാർത്ഥിച്ചതും നീ ആഗ്രഹിച്ചതും ഇതാ നിന്റെ കയ്യിലേക്ക് വരുന്നത് പോലെ അവൻ ചിന്തിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി അവൻ നിനക്ക് വേണ്ടി തരുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം ഇതാ ചില രാജകീയ അഭിഷേകങ്ങളുടെ കൈമാറ്റങ്ങൾ അവൻ ചിലതിന് മേൽ ഇന്ന് പകൽ ഇന്ന് പകൽ ദൈവത്തിലെ നീ വില കൊടുത്തെങ്കിൽ അവൻ നിന്റെ പുറകെ വരുന്നൊരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ അവസ്ഥകളെ മാറ്റുന്നു. അതെ, നിന്റെ കിന്നരം വായന കാട്ടിലായിരുന്നെങ്കിൽ ഇതാ അത് കൊട്ടാരത്തിലേക്ക് മാറ്റിയത്, അത് കൊട്ടാരത്തിലേക്ക് മാറ്റുന്ന ചില അഭിഷേകത്തിന്റെ തലങ്ങൾ ഇവിടുത്തെ വർഷിപ്പ് ലീഡർമാരോട് ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, ആത്മാവിൽ പ്രവചിക്കുന്നു. പുതിയ വേദികൾ നിനക്ക് വേണ്ടി ഒരുങ്ങി വരുന്നു. പുതിയ വേദികൾ, പുതിയ പ്ലാറ്റ്ഫോമുകൾ. ഇത് ആത്മാവിൽ എത്ര പേർ റിസീവ് ചെയ്യാൻ തയ്യാറാ? നിനക്ക് വേണ്ടി നിന്റെ ശുശ്രൂഷയെ മാറ്റുന്ന രാജകീയ കൈമാറ്റങ്ങൾ. പുതിയ അധികാരത്തിന്റെ ഒരു അപ്ഗ്രേഡേഷനിലേക്ക്, ആമേൻ, പുതിയ വർഷിപ്പിന്റെ രീതികളിലേക്ക്, അവൻ പുതിയ കാലഘട്ടങ്ങൾക്ക് മുന്നോടിയായി അവൻ നിന്നെ കയറ്റി നിർത്തുന്ന ഒരു അപ്ഗ്രേഡേഷനിലേക്ക് ചിലതിനെ കയറ്റി നിർത്തുന്നു. നീ വില കൊടുത്തിട്ടുണ്ടെങ്കിൽ
അവൻ അതിന് മറുവിലയായി സ്വർഗം ചിലത് കൈമാറും.